ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു വിഭവമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന വിഭവം ഫ്രൈഡ് ടിൻഡ്ലി. പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് എന്താണ് എന്നൊരു എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടാവും. പക്ഷെ വേറെ ഒന്നല്ല, ടിൻഡ്ലി എന്ന് പറഞ്ഞാൽ കോവയ്ക്കയാണ്. ഫ്രൈഡ് കോവയ്ക്ക വറുത്തത്. നമുക്കതിൻ്റെ എന്തൊക്കെയാണ് ചേരുവകളെന്ന് ഒന്ന് നോക്കാം. നമുക്ക് അടുപ്പ് കത്തിക്കാം. നമ്മൾ ടിൻഡ്ലി ഫ്രൈ, അതായത് കോവയ്ക്ക ഫ്രൈക്ക് വേണ്ടി നമുക്കൊരു ബാറ്റർ തയ്യാറാക്കാം. അരിപ്പൊടി 3 സ്പൂണ് അരിപ്പൊടി, കോൺഫ്ലോർ 2 സ്പൂൺ കോൺഫ്ലോർ. ഇനി നമുക്ക് വേണ്ടത് മൈദ 2 സ്പൂൺ മൈദ. ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പെരിഞ്ജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, കായം പൗഡർ 1/4 ടീസ്പൂൺ. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ആദ്യം ഇത് ഫ്ലോറെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് ബാറ്റർ റെഡിയാക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. കോവയ്ക്ക ഫ്രൈ ചെയ്യാനുള്ള കോവയ്ക്ക ഇതിനകത്ത് നമ്മൾ മുക്കി ഫ്രൈ ഇടാം. നമുക്ക് ഈ കോവയ്ക്ക കുറച്ച് പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ഇതിൽ നിന്ന് കുറച്ച് ബാറ്ററും ഇതിനകത്തേക്ക് ഒഴിക്കാം. നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ നമ്മുടെ ഓയിൽ ചൂടായിരിക്കുകയാണ്. ഇത് മിക്സ് ചെയ്ത് ഓയിലിലേക്ക് ഇടാം. നമുക്ക് കോവയ്ക്ക ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി നോക്കുക. ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മുടെ കോവയ്ക്ക ഫ്രൈ അങ്ങനെ മൊരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുകൂടി ഒന്നാവാനുണ്ട്. നമ്മുടെ കോവയ്ക്ക ഫ്രൈ ചെയ്ത് റെഡി ആയിട്ടുണ്ട്, ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു കൊളാണ്ടറിലേക്ക് മാറ്റാം. നമ്മുടെ കോവയ്ക്ക ഫ്രൈക്ക് കൂടെ ചേർക്കുന്ന സാധനങ്ങളാണ് ഓണിയൻ, കറിവേപ്പില, ചില്ലി, ഓൾ ചില്ലി, നെടുകെ പൊളിച്ച പച്ചമുളക്. ഇതുകൂടി നമ്മൾ വറുത്ത് കോരി നമ്മുടെ കോവയ്ക്ക ഫ്രൈയുടെ കൂടെ മിക്സ് ചെയ്യണം. അപ്പോഴേ നമ്മുടെ കോവയ്ക്ക ഫ്രൈ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പോഴേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. നമ്മുടെ ഓണിയനും ഇതൊക്കെ ഒന്ന് ഫ്രൈ ആവണം. അതിനുശേഷം നമുക്ക് കോരിയെടുക്കാം. നമുക്ക് നമ്മുടെ കോവയ്ക്ക ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് മുകളിലേക്ക് ഇതിടാം. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം.
നമ്മുടെ രുചികരമായ ഫ്രൈഡ് ടിൻഡിലി തയ്യാറാണ്. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഇതുപോലെ തന്നെ തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് ഞങ്ങൾക്ക് അയച്ചു തരിക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ ഒന്ന് ആഞ്ഞ് അമർത്തിയത്. താങ്ക് യു.